വെനസ്വേലയ്ക്ക് സമീപം കൊളംബിയൻ വിമാനം തകർന്നു വീണ് 15 പേർ മരിച്ചു. ലാൻഡിങ്ങിന് തൊട്ടുമുൻപ് വിമാനം റഡാറിൽ നിന്നും അപ്രത്യക്ഷമാവുകയായിരുന്നു. ഒകകാന നഗരത്തിലാണ് വിമാനം തകർന്നത്. 13 യാത്രക്കാരും 2 വിമാന ജീവനക്കാരുമാണ് കൊല്ലപ്പെട്ടത്. വിവരങ്ങളുമായി ഐസൺ ജോസ് തുടരുന്നു. ഐസൺ, എപ്പോഴായിരുന്നു ഇങ്ങനെ അപകടമുണ്ടായത്? എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? അമൽ, ഇത് സംബന്ധിച്ച് ഏറ്റവും പുതിയ വിവരം നമുക്ക് ലഭ്യമാകുന്നത് ഈ 15 പേരും വിമാനത്തിലുണ്ടായിരുന്ന 13 യാത്രക്കാരും 2 വിമാന ജീവനക്കാരും, പൈലറ്റ് ഉൾപ്പെടെയുള്ള 2 വിമാന ജീവനക്കാരും കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കൊളംബിയൻ വെനിസ്വേലൻ അതിർത്തിക്ക് സമീപമാണ് ഈ അപകടമുണ്ടായത്. പെട്ടെന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അമൽ തന്നെ സൂചിപ്പിച്ചതുപോലെ, വിമാനം ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ വളരെ പെട്ടെന്ന് റഡാറിൽ നിന്നും അപ്രത്യക്ഷമാവുകയായിരുന്നു. പിന്നീടാണ് ഇത് തകർന്നു വീണത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ വിമാനം അപകടത്തിൽപ്പെട്ടതുമായി ബന്ധപ്പെട്ട ചില ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് എന്ന സൂചനകൾ സ്ഥിരീകരിക്കാത്ത ചില മേഖലകളിൽ നിന്നും അല്ലെങ്കിൽ കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം തന്നെ വരുന്നുണ്ട്. എങ്കിൽ കൂടി നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലൊരു സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 15 പേരുടെ മരണം സംഭവിച്ചിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. 15 പേരുടെ മരണം സംഭവിച്ചിരിക്കുന്നു. അതിൽ 13 പേരും യാത്രക്കാരായിരുന്നു, 2 വിമാന ജീവനക്കാരും ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് വെനിസ്വേല അതിർത്തിക്ക് സമീപമാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഒകാന നഗരത്തിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. അപകടത്തിന്റെ വിശദാംശങ്ങളുടെ ഭാഗമായി ഈ 15 പേരും വിമാനത്തിലുണ്ടായിരുന്ന 15 പേരും മരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബീച്ച് ക്രാഫ്റ്റ് ഇനത്തിൽപ്പെടുന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്.